പ്രിയപ്പെട്ടവരെ നമസ്കാരം. ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേക്കടിയിലാണുള്ളത്. തേക്കടിയിലെ കോഫി റൂട്ട്സ് റിസോർട്ടിൽ. തേക്കടിയിലെ ഒരു ബഡ്ജറ്റ് റിസോർട്ടാണ് കോഫി റൂട്ട്സ് റിസോർട്ട്. ടൈഗർ റിസർവിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്ന ഒരു റിസോർട്ടാണ് കോഫി റൂട്ട്സ്. അപ്പോൾ കോഫി റൂട്ട്സിൽ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബുക്കിങ്ങും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷന് താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വരുന്ന ട്രാവൽ വീഡിയോസ്, റിസോർട്ട്സ് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ കോഫി റൂട്ട്സിൻ്റെ റൂംസ്, കാര്യങ്ങൾ, അതുപോലത്തെ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റിസപ്ഷനിൽ ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്തിന് ഒരുപാട് പഴങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ഷോട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കംപ്ലീറ്റ് ഏലത്തോട്ടം, കാപ്പിത്തോട്ടം അതൊക്കെയാണുള്ളത് കേട്ടോ. ഇവിടെ ഈ സാധനം കണ്ടോ നിങ്ങൾ? ഈ സാധനം കണ്ടോ? ഇത് കാണിച്ചെടുത്തോ. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുള്ളൻചക്ക പോലെയൊക്കെ തോന്നും അല്ലേ? പക്ഷേ ഇവിടെ പറയുന്ന പേര് ഇതിന് ചൊച്ചിക്ക എന്നാണ് പറയുക. ഇത് ഈ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന, ആ മുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിൽ ഇതിൻ്റെ ഈ കായാണ് അതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ സാധനം. അപ്പോൾ ഇവിടെ ഒരുപാട് പേരക്ക, അതുപോലെ തന്നെ റുമ്മാൻ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെ ഒരു ചെറിയ തോട്ടമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കംപ്ലീറ്റ് എസ്റ്റേറ്റുകളാണ്. അപ്പോൾ അതായത് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക. അവിടുത്തെ റിസപ്ഷൻ, അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസ്, റൂംസ്, പൂള്, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ബഡ്ജറ്റ് റിസോർട്ടാണ് കോഫി റൂട്ട്സ്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയാണ്. കംപ്ലീറ്റ് ഒരു വുഡൻ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള റിസപ്ഷൻ ഏരിയയാണ്. വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന റിസപ്ഷൻ ഏരിയയാണ്. ഈ റിസപ്ഷൻ ഏരിയയുടെ ഇവിടെ തന്നെയാണ് ഇവരുടെ ഇൻഡോർ ഗെയിംസിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടേബിൾ ടെന്നീസ്, അതുപോലെ തന്നെ ക്യാരംസ്, ലുഡോ, ചെസ്സ്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഇൻഡോർ ഗെയിംസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കോഫി റൂട്ട്സിലെ ആക്ടിവിറ്റീസുകളാണ്. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ പെരിയാർ ടൈഗർ റിസർവ്, പിന്നെ ആ പെരിയാറിലെ ബോട്ടിങ്, ജംഗിൾ വാക്ക്, അതുപോലെ തന്നെ ഗവിയിലേക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാംബു റാഫ്റ്റിങ്, അതിനൊക്കെ ഇവിടുന്ന് അതിനുള്ള ഗൈഡ്ഷിപ്പ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഈ സൈക്ലിങ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ സൈക്കിളായിട്ടൊക്കെ പോവാം. ഇനി നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം. റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. റെസ്റ്റോറൻറ്റിന് പേര് കൊടുത്തിട്ടുള്ള നോക്കുമ്പോൾ കോഫി ലീഫ്. മൊത്തത്തിൽ പേരെന്താണ്? കോഫി റൂട്ട്സ് ആണ്. കോഫി ലീഫ് എന്നാണ് റെസ്റ്റോറൻറ്റിന് പേര് കൊടുത്തത്. റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹിൽ വ്യൂ ആണ് ഉള്ളത് കേട്ടോ. ഇവിടെ ചെയ്താണ്ടോ ഈ ഡിസൈനൊക്കെ കണ്ടോ? നല്ല ക്യൂട്ട് ഡിസൈനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഹിൽ വ്യൂ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പൂള്, അതുപോലെ തന്നെ റൂം, അതിൻ്റെയൊക്കെ സംവിധാനങ്ങളും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പൂളിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടെ ഇതിൻ്റെ സൈഡിലാണ് പൂള്. വലിയ പൂളാണ്, നല്ല സൗകര്യമുള്ള, കുട്ടികൾക്കും വലിയവർക്കൊക്കെ സൗകര്യമുള്ള നല്ല പൂളാണ്. പിന്നെ പൊതുവെ ഈ മൂന്നാർ, വാഗമൺ ഏരിയകളിലൊക്കെ പൂളിൻ്റെ വല്ലാണ്ട് ആവശ്യം വരില്ല. ഞങ്ങൾ പൂളിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല, നല്ല തണുപ്പാണ്. ഏതായാലും പൂൾ ഞാൻ കാണിച്ചു തരാം. വാ, നല്ല സൗകര്യമുള്ള പൂളാണ്. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല പൂളാട്ടോ. നല്ല സൗകര്യമുള്ള പൂളാണ്. പിന്നെ അത് മാത്രമല്ല, പൂളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഏല എസ്റ്റേറ്റ്, അതുപോലെ തന്നെ കോഫി എസ്റ്റേറ്റ്, ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ആംബിയൻസും നല്ല രസമാണ്. ഈ കംപ്ലീറ്റ് ഈ ഒരു താഴ്വാരത്തിൽ ഇങ്ങനെയായിട്ട് പൂളിനെ ഒതുക്കിയിട്ടുണ്ട്. സംഭവം കിട്ടോ. അപ്പോൾ നമ്മൾ കോഫി റൂട്ട്സിലെ ഇൻഡോർ ഗെയിംസ്, പൂള്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഒക്കെ കാണിച്ചു തന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട് നമ്മുടെ റൂമാണ്. നമ്മൾ ഇന്നലെ താമസിച്ച റൂമിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. റൂമിലെ സൗകര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്.
അപ്പോൾ ഏതായാലും റൂം നല്ല ഒരു കപ്പിൾസിന് പറ്റിയിട്ടുള്ള നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് പറ്റിയിട്ടുള്ള വേറൊരു വില്ല ഉണ്ട്. 2 ടൈപ്പ് വില്ലാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഡീലക്സ്, മറ്റൊന്ന് പ്രീമിയം. ഈ 2 കാറ്റഗറി റൂമുകളാണ് കോഫി റൂട്ട്സിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രീമിയം റൂമാണ് ഇന്നലെ നമ്മൾ നിന്നത്. അപ്പോൾ ആ റൂമിൻ്റെ റിവ്യൂ ആണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലോട്ട് പോവാം, റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ പറയാം. മൊത്തത്തിൽ നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് കേട്ടോ കംപ്ലീറ്റ്. അതുപോലെ തന്നെ ഈ സ്പൈസസിൻ്റെ ഒക്കെ ചെടികൾ, കാപ്പി, ഏലം, പിന്നെ കുറേ ഫ്രൂട്ട്സ്, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇത് ഓരോ മരത്തിലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ലിച്ചി ഉണ്ട് കേട്ടോ, ലിച്ചി ചെടിയാണിത് കണ്ടോ, ലിച്ചി. ഇതിമൊന്നും കായ്ച്ച് കാണുന്നില്ല. പിന്നെ കൊക്കോ, പേരക്ക, അതുപോലെ തന്നെ പെപ്പർ, അങ്ങനെ ഓരോ സാധനത്തിലും ഒരു പ്രധാനപ്പെട്ട സാധനങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സാധനം എന്നുള്ളത് അറിയില്ല. ഒരു നമ്മളെ ലിച്ചിക്ക് പോലെ തന്നെ ഉണ്ട് സാധനം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വില്ല. 12 റൂമുകളുള്ള ഒരൊറ്റ വില്ലയാണ്. വലിയ ഗ്രൂപ്പിനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ് ഇത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പ്രീമിയം റൂമുകളുള്ളത്, ഈ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെയുള്ള റൂമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മേലെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമായിരുന്നു, അതിപ്പോൾ കാണിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കോഫി റൂട്ട്സിലുള്ള ഇവിടുത്തെ താഴെയുള്ള വില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കോഫി റൂട്ട്സിലെ റൂമിൻ്റെ ഫെസിലിറ്റീസാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണിത്. നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. കപ്പിൾസിന് അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് ഒരു എക്സ്ട്രാ ബെഡിട്ടൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു റൂം ഫെസിലിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അൽമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ് ലാമ്പായാലും ബെഡായാലും AC റൂമാണ് കേട്ടോ, AC റൂമാണ്. പിന്നെ ഇതാ ബാത്റൂം സെക്ഷനിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് കണ്ടോ, നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. നല്ല സൗകര്യങ്ങളുള്ള വലിയ വലുപ്പമുള്ള ബാത്റൂമാണ് കോഫി റൂട്ട്സിലെ എല്ലാ റൂമുകളിലും ചെയ്തിട്ടുള്ളത്. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. ബാമ്പുഡയിലൊക്കെ പോയപ്പോൾ ഉള്ള അതേ ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ഫോറസ്റ്റ് ആംബിയൻസ്, അപ്പുറത്ത് ഏലത്തോട്ടങ്ങൾ, താഴെ കുറേ ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ നിന്ന് കോഫി റൂട്ട്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. അപ്പോൾ ഞാൻ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും തേക്കടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേ വേണമെങ്കിൽ ഇതാ കോഫി റൂട്ട്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നല്ല സൗകര്യമുള്ള റിസോർട്ടാണ്, വലിയ റേറ്റൊന്നും ഇല്ലാത്തൊരു ബഡ്ജറ്റ് റിസോർട്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾക്ക് ഇനി പരുന്തുംപാറയിൽ കാണാം. ബൈ.